ത്രിയേക ദൈവത്തിന്റെ പിന്നെ ശ്രീബായിക്ക് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ച. എന്നാൽ നമ്മുടെ ഓർമ്മയും കൂടി നിങ്ങളത് ശ്രേഷ്ഠമായി ആഘോഷിക്കുന്നു എന്നതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഇത് അനുഗ്രഹമായി ചെയ്യുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ശ്രീമാന്റെ ശേഷം രണ്ടാമത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞല്ലോ, അത് സന്ധ്യമായ മത്തായിയുടെ സുവിശേഷം 34 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് സന്ധ്യയിൽ. അവിടെ പറയുന്നത് കർത്താവ് ഗെർഗസേനയുടെ കരയിൽ അവിടുത്തെ അവനെ തിരിച്ചറിഞ്ഞു. അവിടുത്തെ രോഗികളെല്ലാം കൊണ്ട് കർത്താവിന്റെ അടുത്ത് വിൽക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും സൗഖ്യം കിട്ടുകയും ചെയ്യുന്നതായിട്ട് നാം അവിടെ കാണുന്നു. കർത്താവ് കൃപായം തോന്നലെടുത്തിട്ടുള്ള കാര്യം പറയുകയും അപേക്ഷിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അവിടെ നാം കാണുന്നു. നാം ഓർത്തിരിക്കേണ്ട ഒരു സ്ഥലം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായമായിരുന്നു. തുടക്കത്തില് കർത്താവ് യെരൂശലേം പട്ടണത്തിൽ ചെല്ലുന്നു. അവിടുത്തെ കർത്താവിന് പറഞ്ഞതറിയാമോ? ഇവൻ യാക്കോബിന്റെയും യോസേഫിന്റെയും യൂദായുടെ സഹോദരനായ ആ തച്ചനല്ലേ, മറുപടിക്കാരനല്ലേ എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പറയുക. 6-ാം വാക്യം വായിക്കുമ്പോൾ രസകരമായ സംഗതിയുണ്ട്. തത്വത്തിൽ കർത്താവിന് അവൻ ചില രോഗികളുടെ കൈവച്ച് സൗഖ്യമല്ല വരുന്നതല്ലാതെ ഒരു അന്ധപ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുക. മാത്രമല്ല, ദൈവം വളരെ ചിന്തിക്കുന്നു, അവരുടെ അവിശ്വാസത്തിന് അത്ഭുതമായിട്ടാണ് വാക്യത്തിൽ പ്രത്യേകിക്കുന്നത്. അതേസമയം ഈ മർക്കോസിന്റെ സുവിശേഷം 6-ന്റെ അവസാനത്തിൽ ഇന്നിപ്പോ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ കൂട്ടുകാർ കർത്താവിനെ തിരിച്ചറിഞ്ഞു, രണ്ടാമത്തെ കൂട്ടുകാർ കർത്താവിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചാണ് കൊടുക്കുന്നത്. സങ്കീർത്തനം 30 പറയുന്നതാണ്, യഹോവ നല്ലവനെന്ന് തിരിച്ചറിയുകയും അവനെ ശരണം പറഞ്ഞ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയും. എന്റെ ദൈവം എനിക്ക് മതിയായവരാണ് എന്നുള്ള ബോധ്യം നമ്മൾ മനസ്സിലാക്കാം. എന്നാൽ മാത്രമേ ദൈവത്തോട് എടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹവും കൃപയും കിട്ടും. അവിടെ സംശയത്തിന് സ്ഥാനം ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിന് മുമ്പാകെ ചെയ്യുക. ഇതാണ് അതിരിക്കുന്ന ഒന്നാമത്തെ പാഠം. അത് യെരൂശലേമിൽ കിട്ടാൻ അനുഗ്രഹം വികസനത്തിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കൂടി നമ്മൾ കാണുന്നതായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കർത്താവും നാമങ്ങളും ബന്ധത്തിൽ മാത്രമല്ല, നാം നമ്മുടെ കുടുംബത്തിൽ സഹോദരങ്ങളോട് പെരുമാറ്റത്തിൽ, പ്രിയപ്പെട്ടവരുടെ പെരുമാറ്റത്തിൽ, ഇടവകയിൽ, സമൂഹത്തിൽ എല്ലാ ഭാഗങ്ങളും നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തല്ല. നമ്മെ കുറിച്ച് ഒരു മതിപ്പില്ലാതെ വരുന്നു. നാം എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ല. അന്യോന്യം മനസ്സിലാക്കി അന്യോന്യം ആരാണ് എന്റെ കൂടെ ഉള്ളതെന്ന് ഉൾക്കൊള്ളും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ബലഹീനത പറയാൻ പറ്റില്ല, അതില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബലഹീനതകളും ഉണ്ടായിട്ടുള്ളൂ, എനിക്കുള്ളൂ
ഇത് നമ്മുടെ സമൂഹത്തിന്റെ തലവേദനയാണ്. പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കാത്തവരാണ് ഇവിടെ അതിനെ കാണുന്നത്. ഗ്രീഷന്മാരെ സമ്പന്മാരെ കർത്താവിന്റെ പോയ വഴിക്ക് ചന്തയിൽ പോലും ആൾക്കാരെ ഒഴുകി കിടത്തി അവർ കർത്താവിന്റെ പോയത് പങ്കു തൊട്ടാണ് നോക്കിയിട്ടുണ്ടാവുന്നത്. ആ സമയത്താണ് മുതൽച്ചോദ്യവുമായിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതിരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ കഴിക്കുമ്പോൾ പറയാൻ ഭക്ഷണം കഴിക്കാൻ കൈകരിയില്ലല്ലോ, അത് ന്യായമാണ്, വിരുദ്ധമല്ലേ ചോദ്യവുമായിട്ട് സഭയുടെ ശിഷ്യന്മാർ അവർ ഉദ്ദേശം നിശ്ചയിക്കുന്നു. അത് കണക്കറ്റവരെ ശാസിക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. എന്താ ചോദിക്കുന്നത്? കർത്താവ് ചോദിക്കുക, നിങ്ങൾ ന്യായ പ്രമാണം വളച്ചു കൂട്ടിക്കളയെ അപ്പനെ അമ്മയെയും നോക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, അവനെ കൊല്ലണമെന്നല്ലേ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അത് വ്യാഖ്യാനം പറഞ്ഞ് ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ നോക്കണ്ട. കർത്താവിനെ ശാസിക്കുകയാണ് ശക്തമായ ഭാഷയിലാണ്. അപ്പനെയും അമ്മയും നോക്കേണ്ട ഒരു ന്യായപ്രമാണം അവർ വ്യാഖ്യാനിക്കാൻ കൊണ്ടുപോകും. ഇന്നും നമ്മുടെ ഇടയിൽ അതുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അപ്പനും അമ്മയുമായിട്ട് മാത്രം കുറെ പേര് നിങ്ങൾ എത്ര പേരെ അമ്മയായി മാത്രമായിട്ട് സൂക്ഷിച്ചു? ഈ അപ്പനും അമ്മയായാലും ഇന്നലെ കുഞ്ഞായിരുന്നവർ ഇന്ന് ചെറുപ്പക്കാരാണ്, നാളെ അവർ വലിയ അല്ലേ? അങ്ങനല്ലേ? എല്ലാവരും അല്ല എന്നെ അപ്പനാണ് കുഞ്ഞായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇന്ന് അപ്പനെ അമ്മയെ നോക്കാത്ത ചെറുപ്പക്കാരോട് എനിക്ക് പറയാനൊരു കാര്യമുണ്ടോ? എന്താ കാര്യം? നാളെ നിങ്ങൾ കുഞ്ഞിനെ ഓർമ്മ വെച്ചോ. ഇന്ന് നിങ്ങൾ വലിയതിനോട് വലിയതിനോട് ചെയ്യുന്നത് ഈ കുഞ്ഞിനെ കാണും. നിങ്ങളുടെ തള്ളിയാൽ നിങ്ങളെ എടുത്തവെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നത് കൃത്യമായി താല്പര്യം ചെയ്ത് പറയുകയാണ്. കൈ കഴുകുക എന്നതല്ല ഒരു പ്രാർത്ഥന. പറഞ്ഞില്ലേ, നിങ്ങൾ പൊതുവിനെ അരിഞ്ഞെടുക്കുകയും വലുതിനെ വിഴുകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു. എന്നെ നിങ്ങൾ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടതായ ഒരു സംഗതിയാണ്. സമൂഹത്തിനും ദൈവത്തിന് ഹിതകരമായി ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് കഴിയും. എന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സ്നേഹത്തേക്ക് ഓർമ്മിക്കുന്നത്. ഒന്ന്, തിരിച്ചറിവുള്ളവരാണ്. രണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. മൂന്നാമത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നടത്തി നയിച്ച് അകമായ വിലാസത്തിന്റെ മഹാബലിയിലായെന്ന് പറയുമ്പോൾ കഷ്ടപ്പാടിന്റെ ദുരിതം പേറി നയിക്കാൻ ആ പരിശുദ്ധപിതാവിനെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുമേനിയുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നിങ്ങൾ ഓരോരുത്തരും സമൃദ്ധിയായിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഉയർച്ചയ്ക്കില്ല. നിങ്ങളുടെ കുടുംബത്തിനതാണ് കണ്ണുനീര് വീഴുന്ന കണ്ടുണ്ട്. ഞാൻ തിരുമേനിയുടെ അച്ഛന്മാരായിരുന്നു, അവിടുത്തെ അയ്യവരായിരുന്നെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം വേദനയും സങ്കടവും ദുഃഖവും സഹിച്ചാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി ഭദ്രാസനത്തിൽ നഷ്ടമെന്നേ ഞാൻ അറിയുള്ളൂ. ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി നമ്മുടെ ഭദ്രാസനത്തിൽ നമ്മുടെ ജനങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ അറിയുന്നവർക്ക് നമ്മളുടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മളെ കാണുന്നു. എങ്കിലും നിങ്ങൾ കുറെ പേരെങ്കിലും അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതായി കൊണ്ടാടുകയും അദ്ദേഹത്തെ നിങ്ങളെല്ലാം മധ്യസ്ഥനായിട്ട് കണ്ടാകുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക്